പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെ ദൈവകൃപ, അങ്ങയുടെ കരുണ ആവശ്യമായിട്ടുള്ള സമയം, നന്നായിട്ട് പഠിക്കാനുള്ള കൃപ നൽകണമേ. നന്നായിട്ട് പഠിച്ചവർക്കത് പരീക്ഷയിൽ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ കൃപ കൊടുക്കണമേ. കർത്താവേ, വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾ, അതിൻ്റെ പേരിൽ അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ഭാരങ്ങൾ എല്ലാം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ. ആ ബോധ്യത്തോടെ നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്നങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ മണിക്കൂറാണിത്. എല്ലാ കുടുംബങ്ങളെയും, ലോകം മുഴുവനെയും നമുക്ക് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്രയോ സംഭവങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നു. ദൈവജനം കണ്ണീരോടെ ദൈവത്തെ വിളിച്ചു, ദൈവം കേട്ടു. ഈജിപ്തിലെത്തിയ ഇസ്രായേൽക്കാര് ദുരിതത്തിൽ അകപ്പെട്ട് അവരുടെ ദീനരോദനം, കണ്ണീരോടെയുള്ള അവരുടെ പ്രാർത്ഥന, അത് ദൈവം കേട്ടു. അവരെ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള പദ്ധതികൾ ഒരുക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടത് നൽകുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് ആവശ്യമായത് അത് നമുക്ക് തരാൻ കാലതാമസം വരുത്തുന്നവനല്ല നമ്മുടെ ദൈവം. നമുക്ക് ആ ബോധ്യത്തോടെ ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ അറിയാൻ വചനം നമ്മെ സഹായിക്കും. നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ദൈവത്തെ ചിത്രീകരിക്കാൻ പറ്റും. ബൈബിളിൽ ഏതാനും ചില വചനങ്ങൾ എടുത്ത് അതിന് മുമ്പിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ദൈവം കണ്ണിച്ചോരയില്ലാത്ത ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. വേറെ ചില വചനങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാം, നമ്മൾ എന്നാ ചെയ്താലും ദൈവം നമ്മളെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ പോകാം. ഇങ്ങനെ ഓരോരോ വചനമെടുത്ത് നമ്മുടേതായ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യാൻ നമ്മൾ ഭയപ്പെടേണ്ടത്. നീതിമാനായ ദൈവം, പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതിൽ നിന്ന് നമുക്ക് എത്ര സാമർഥ്യം ഉണ്ടെന്ന് പറഞ്ഞാലും രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ എപ്പോഴും കാണിക്കണം. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്,
എന്നാൽ നമ്മുടെ ദൈവം കാരുണ്യവാനുമാണ്. പാപം ശിക്ഷിക്കുന്നവനാണെങ്കിലും അനുതാപികൾക്ക് രക്ഷ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. പല വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ദൈവം നീതിമാൻ എന്നാൽ കാരുണ്യവാൻ. പ്രഭാഷകന്റെ പുസ്തകത്തിലും തോബിത്തിന്റെ പുസ്തകത്തിലുമൊക്കെ പലയിടങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കോമ്പിനേഷൻ. ഏതാനും ചില വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ കാണാൻ പറ്റും ദൈവത്തെക്കുറിച്ചും ദൈവകരുണയെക്കുറിച്ചും ദൈവം പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം നീതിമാനാകയാൽ നമ്മുടെ പാപത്തിന് ശിക്ഷ ഉണ്ടാകാം. ദൈവം നമ്മെ ശിക്ഷിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാനൊന്നുമില്ല. ഇസ്രായേൽക്കാർ വിളിച്ചു പറഞ്ഞൊരു കാര്യം എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ശിക്ഷ ചെറുതാണ്. ഞങ്ങളുടെ പാപത്തിനൊത്ത് അങ്ങ് ഞങ്ങളെ ശിക്ഷിച്ചിട്ടില്ല. അത് തന്നെ കരുണയുടെ വലിയൊരു സൂചനയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കരുണ കാണിക്കുക എന്നുള്ളതാണ്. കരുണ എന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ചിലരെ കാണാൻ സാധിക്കും പിശുക്ക് കാണിക്കുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. വേണമെങ്കിൽ ദൂർത്തടിക്കുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുക. വായെടുത്ത നുണ പറയുന്നത് സ്വഭാവത്തിൻ്റെ ഭാഗം. ഇങ്ങനെ പല സ്വഭാവ രീതികൾ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അതേ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്നാണ് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം കാരുണ്യവാനാണ്, അവൻ്റെ സ്വഭാവം കരുണ കാണിക്കുക എന്നുള്ളതാണ്. പ്രഭാഷകൻ 34:5 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. അവിടുത്തെ സ്വഭാവം കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഇതന്നെ വിശദീകരിച്ചും സാധൂകരിച്ചും പറയുന്ന മറ്റു ചില വചനഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 1 രാജാക്കന്മാർ 21:27. നമ്മൾ അനുദപിച്ചാൽ ദൈവം കരുണ കാണിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് അവിടെയുണ്ട്. അഹാബ് രാജാവ് അവൻ ചെയ്ത അപരാധം വളരെ വലുതായിരുന്നു. ഭാര്യയെ പ്രീതിപ്പെടുത്താൻ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. നാബോത്തിനോട് അവൻ കാണിച്ചത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെട്ട കാര്യമല്ല. അവനെ തന്ത്രപൂർവ്വം നാബോത്തിനെ മരണത്തിലേക്ക് വിട്ടിട്ട് അവൻ്റെ സ്വത്ത് കൈക്കലാക്കാൻ നോക്കി. അത് ദൈവം ഇഷ്ടപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏലിയാ പ്രവാചകനെ ദൈവം അവൻ്റെ അടുത്തേക്ക് അയച്ചു. വന്നിട്ട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. 25-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന് അനിഷ്ടമായ കാര്യം നിന്റെ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നീ ചെയ്തു. അതിലൂടെ നീ നിന്നെ തന്നെ വിറ്റവനായി മാറി. എന്നൊക്കെ പാപം ചെറുതല്ല. നമുക്ക് മനുഷ്യരെക്കാൾ വലുതായിരിക്കണം ദൈവം. ഉത്ഥാനം ചെയ്ത കർത്താവ് പത്രോസിനോട് എടുത്തെടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ഇവരെക്കാൾ അധികമായി. അപ്പോൾ നമുക്ക് മറ്റാരേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം. മറ്റാരിലും ഉപരിയായിട്ട് ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റണം. ആ ദൈവത്തിന് പ്രീതികരമായതും പ്രീതികരമല്ലാത്തതുമായ കാര്യങ്ങൾ വേർതിരിച്ച് കാണാൻ നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതി അവരെന്തെങ്കിലും സഹായം ചെയ്യും, അവരെന്തെങ്കിലും നല്ല വാക്ക് പറയും, അവരെന്നെ അംഗീകരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്തേക്കാം. ദൈവത്തിന് പ്രീതികരമോ പ്രീതികരമല്ലാത്തതോ ആകട്ടെ, ഞാൻ ചെയ്യും. അതാണ് ഇവിടെ പറ്റിയത്. അതുകൊണ്ടാണ് അവനെ ദൈവം വിളിച്ച ഒരു കാര്യമുണ്ട്. അവന് കൊടുത്ത ഒരു ശീർഷകം കാണാൻ പറ്റും. നീ നിന്നെ തന്നെ വിറ്റവനായി. ഈ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് നിനക്ക് മനുഷ്യരായിരുന്നു ദൈവത്തെക്കാൾ വലുത്. അതുകൊണ്ട് നീ നിന്നെ തന്നെ വിറ്റവനായി മാറി. ഹെറോദേസിനെ നമുക്കറിയാലോ. അവന് അറിയാമായിരുന്നു സ്നാപക യോഹന്നാൻ്റെ
ശിരസ് ഛേദിക്കുന്നത് പാപമാണ്. കാരണം അവനൊരു നീതിമാനാണെന്ന് അവൻ അറിഞ്ഞിരുന്നു, അംഗീകരിച്ചിരുന്നു. പക്ഷെ നമ്മൾ കാണുകയാണ്, സദസ്സിൽ അവൻ്റെ പേര് പോകാതിരിക്കാൻ മനുഷ്യരുടെ മുമ്പിൽ, അല്ല എലീറ്റ് ഗ്രൂപ്പിൻ്റെ മുമ്പിൽ വെച്ചാണ് അവൻ പറഞ്ഞത്, സലോമി നീ എന്ത് വേണേലും ചോദിച്ചോ, ഞാനത് തരും. പറയുന്നുണ്ട് അവൻ്റെ വാക്കുപാലിച്ച് അവൻ്റെ പേരും പ്രശസ്തിയും നിലനിർത്താൻ വേണ്ടി അവൻ പറഞ്ഞു, സ്നാപകൻ്റെ ശിരസ് വെട്ടിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് ഈ പെങ്കൊച്ചിനോട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തെക്കാൾ മനുഷ്യരെ മാനിച്ച വ്യക്തിയായിട്ട് അവൻ മാറി. അതാണ് പ്രശ്നം. 1 രാജാക്കന്മാർ 21-27 വരുമ്പോൾ അഹാബ് ചെയ്തത് മഹാ അപരാധം. അവന് കൊലപാതകത്തിന് പോലും കൂട്ടുനിന്നവൻ. പക്ഷെ അതിന് ശേഷം നമ്മൾ കാണുകയാണ്, ഈ പ്രവാചകന്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്വരമായിട്ട് അവൻ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റി, എൻ്റെ തെറ്റിന് ഞാൻ പരിഹാരം ചെയ്യും. രാജകീയ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ചാരം എടുത്ത് അവൻ്റെ മേത്ത് വെതറി അവൻ ചാക്ക് വസ്ത്രം ധരിച്ച് ഉപവാസത്തോടെ നിലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. അവൻ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടു. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. എളിമപ്പെട്ടു. അത് മതി. കർത്താവ് പറയാണ്, അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷയൊക്കെ ഞാൻ മാറ്റിവിടും. കാരണം അവൻ എളിമപ്പെട്ടു, അവൻ അനുദപിച്ചു. അവനോടും ദൈവം കരുണ കാണിക്കുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് അനുദപിച്ച് ദൈവത്തെ ഒന്ന് വിളിച്ചാൽ ഈ കരുണ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഹൃദയത്തിൽ ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അതിന് പകരം എനിക്കെവിടെയാ പാപം, ഞാൻ എന്തിനാ മാറ്റം വരുത്തുക, ഞാൻ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകത്തുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഠിന ഹൃദയരായി മാറിയവര്, അഹങ്കാരികളായിട്ട് മാറിയവര്, അവർക്ക് ദൈവത്തിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. യോനാ പ്രവാചകൻ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോനാ പ്രവാചകൻ അവന് തെറ്റുപറ്റി, ദൈവം ചെയ്യാൻ പറഞ്ഞല്ല അവൻ ചെയ്തത്, അനുസരണക്കേട് കാണിച്ചു. ആ സമയം തുടങ്ങി അവൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ. അവസാനം അവന് മനസ്സിലായി, ഇതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ പാപമാണ്, എൻ്റെ അനുസരണക്കേടാണ്. അവന് അനുദപിക്കാൻ തയ്യാറായി. യോനാ പ്രവാചകൻ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, എൻ്റെ ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ദൈവം കാരുണ്യവാനാണ്, എൻ്റെ ദൈവം ദയാലുവാണ്, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, സ്നേഹസമ്പന്നനായ ദൈവമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ദൈവത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന യോനാ പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളോടും കരുണ കാണിക്കുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുക. ഇനി അതിന് ബുദ്ധിമാന്മാരുടെ ബുദ്ധിയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ദൈവം തൻ്റെ ജ്ഞാനം എടുത്തുപയോഗിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കല്ലെറിയുക, ആരും ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, അവൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ, അനുദപിച്ചാൽ അവരോട് ക്ഷമിക്കാനും കരുണ കാണിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ആ ഒരു രംഗത്ത് ആ സ്ത്രീയെ രക്ഷിക്കുന്ന യേശുവിനെ, അവളോട് കരുണ കാണിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി എൽത്താരയിൽ സമർപ്പിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇവിടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് നിറവേറ്റി തരുന്നു എന്നുള്ള ബോധ്യത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.